ആഴക്കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര നീക്കം നിരന്തരമായുള്ള സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെയെന്ന രേഖകൾ കത്തിലൂടെയും നേരിട്ടും നിരവധി തവണയാണ് സംസ്ഥാനം കടലിലെ ധാതുഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതേസമയം ഒരുമിച്ചു നിൽക്കേണ്ട വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ദി ഓഫ്ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ചട്ടത്തിന്റെ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കടുത്ത വിയോജിപ്പ് അറിയിച്ചിരുന്നു. 2023 മാർച്ച് 11 മത്സ്യ തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ഖനന മന്ത്രാലയം ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകി. കടലിൽ ധാതുഖനനം അനുവദിച്ചാൽ രാജ്യത്തെ സമുദ്ര മത്സ്യബന്ധനം പൂർണ്ണമായും തകരുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. ഭരണഘടനാ പ്രകാരം മത്സ്യബന്ധനം സംസ്ഥാന വിഷയമാണ്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള മത്സ്യബന്ധനം മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നീക്കം സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇത് സംബന്ധിച്ച നടപടികൾ അവസാനിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. 2025 ജനുവരി 11 കേന്ദ്ര മൈനിംഗ് വകുപ്പ് കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോയിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് കേന്ദ്ര ഖനന മന്ത്രാലയം സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തി. തുടർന്ന് 2025 ജനുവരി 19 ഭുവനേശ്വറിൽ വെച്ച് നടന്ന സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡിൽ വിഷയം ചർച്ചയായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയോട് യോഗം ആവശ്യപ്പെട്ടു. മുൻപ് തീരദേശ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന തരത്തിൽ മൈൻസ് ആൻഡ് മിനറൽസ് നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര നീക്കം സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. അതേസമയം വിഷയത്തിൽ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകിയെങ്കിലും പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കൊല്ലത്തെ തീരക്കടൽ കേന്ദ്രീകരിച്ച് ഖനനം നടത്താനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് മന്ത്രി പി രാജീവും നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.